Welcome to ഒരു കിണ്ണം കിടുക്കാച്ചി ഫാം. ഹായ് ഫ്രണ്ട്സ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു നാടൻ വിഭവമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ച് നാളായി ഓൺലൈൻ ക്ലാസ്സും അതിൻ്റെയൊക്കെ തിരക്കിൽപ്പെട്ട് കുറച്ച് സമയം കുറവായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ആദ്യം തുടക്കത്തിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലിരിക്കാനുള്ളൊരു അവസരമൊക്കെ കിട്ടിയപ്പോൾ കുട്ടികളെ പോലെ തന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് അതൊന്ന് ആസ്വദിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ശരിക്കും മടുപ്പായി കേട്ടോ. അതുമാത്രമല്ല, ഞാൻ എൻ്റെ സ്കൂളിനെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ചില റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ചില ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് സ്കൂളിൽ പോകേണ്ട അവസരം ഉണ്ടായി. അപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം സ്കൂൾ കണ്ടപ്പോൾ ശരിക്കും വല്ലാതൊരു വിഷമം തോന്നി. കുട്ടികളെ ഫേസ് ടു ഫേസ് കണ്ട് പഠിപ്പിക്കുന്നതും അല്ലാതെ ഓൺലൈനിൽ ബാക്ക് ക്യാമറയിലോ അല്ലെങ്കിൽ ക്യാമറയിൽ കൂടെ കണ്ടുകൊണ്ടപ്പോൾ അതിനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ലൈഫ് ഫീലിംഗ് ഇല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനൊക്കെ മാറി നമ്മുടെ മക്കളുടെ അടുത്ത്, അതായത് എൻ്റെ സ്കൂളിൽ എൻ്റെ കുട്ടികളുടെ അടുത്ത് പെട്ടെന്ന് എത്താൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ. ശരി, എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉണ്ടാക്കുന്ന നാടൻ വിഭവങ്ങളാണ് എനിക്കിപ്പോഴും താല്പര്യം. ചൈനീസും ബാക്കിയുള്ള വിഭവം വെസ്റ്റേൺ അതൊക്കെ ഉണ്ടെങ്കിലും ഇന്നും നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് ഞാൻ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സോ ഇന്ന് പിന്നെയും ഒരു നാടൻ വിഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു കിടുക്കാച്ചി ചിക്കൻ തോരൻ. അപ്പോൾ ചിക്കൻ തോരന് ആവശ്യമായിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഈ ഒരു സൈസിൽ ക്യൂബ്സ് ആയിട്ടാണ് അത് മുറിച്ചെടുക്കേണ്ടത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിനി ഒരു ചട്ടിയിലേക്ക് മാറ്റാം. അതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ആ മസാലക്കൂട്ട് നന്നായിട്ട് ഈ കഷ്ണങ്ങളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലക്കൂട്ട് പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാലക്കൂട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അല്പസമയം ചട്ടി അടച്ചു വെച്ച് വേവിക്കാം. ഈ ചിക്കൻ ഗ്യാസിൽ വെന്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള സവാള കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള ഒരു ചീൻചട്ടി ഗ്യാസിൽ വെച്ച് ഒരല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് പകർന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ സവാളയോടൊപ്പം ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കണം. അത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വേകാൻ വച്ചിരുന്ന ചിക്കൻ നന്നായി വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വഴറ്റാൻ വെച്ചിരുന്ന സവാളയും റെഡി ആയിട്ടുണ്ട്. ഈ സവാളക്കൂട്ടിനെ നമുക്ക് ചിക്കൻ്റെ ചട്ടിയിലേക്ക് പകർന്നു കൊടുക്കാം. വഴറ്റിയ സവാള ചിക്കൻ്റെ ചട്ടിയിലേക്ക് പകർന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അല്പം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് എരിവ് കുറവാണ്. അത് മാത്രമല്ല സവാള ചേർത്തപ്പോൾ അതിനനുസരിച്ചുള്ള എരിവ് കൂട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ഈ എല്ലാ കൂട്ടും കൂടെ ഒന്നിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി അടുത്തതായി ഈ ചിക്കൻ തോരന് വേണ്ട കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങയാണ്. തേങ്ങ ഒരു വലിയ തേങ്ങയാണെങ്കിൽ 1 മുറി തേങ്ങ, അതല്ല ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ. നിങ്ങളുടെ കൂട്ട് എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് മാത്രം ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ ഒരു വലിയ തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത തേങ്ങാക്കൂട്ട് ചിക്കൻ ഇരിക്കുന്ന ചട്ടിയിലേക്ക് പകർന്നു കൊടുക്കാം. പകർന്നതിന് ശേഷം ആ ചിക്കനും ഈ തേങ്ങക്കൂട്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കണം. ഈ സമയത്ത് ഗ്യാസ് സിമ്മിലായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ചൂടും കൂടെ കിട്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക.
അതൊന്ന് വരണ്ട് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പ് ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഉപ്പ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും നന്നായിട്ടൊന്ന് ഇളക്കി ആ ഉപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിച്ച് വരണം. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി ആ സിമ്മിൽ തന്നെ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കണം. നമുക്ക് കടുക് താളിക്കുന്നതിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി ഗ്യാസിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ പകർന്നു കൊടുക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക് ഉഴുന്നുപരിപ്പ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല കടുകിടാന്നിരിക്കും, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു പിടി ഉഴുന്ന് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ചിക്കൻ തോരന് കടുക് വറുക്കുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ഐറ്റം കൂടെ ഞാൻ ചേർക്കാറുണ്ട്. അതൊരു ശകലം അരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അരിയും കൂടെ അതിൽ പൊരിഞ്ഞ് വരുമ്പോൾ അതൊരു ഭയങ്കര നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ കഴിക്കുമ്പോൾ. അവിടെ അല്പം അരിയും കൂടെ ഇട്ട് കൊടുക്കണം. അരി തന്നെ ഒരു പിടി അരി തന്നെയാണ്. എന്നിട്ട് ഒരു 3-4 വറ്റൽ മുളക് മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പാകത്തിന് കടുകും ഇട്ട് കറിവേപ്പില ചേർത്ത് കടുക് താളിച്ചെടുക്കുക. ഇങ്ങനെ കടുക് താളിച്ചതിന് ശേഷം അത് നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് പകർന്നു കൊടുക്കാം. അത് പകർന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കടുക് വറുത്തപ്പോൾ ഒഴിച്ച എണ്ണയും ആ ഉഴുന്നുപരിപ്പും അരിയും വറ്റൽമുളകും എല്ലാം എല്ലാ സ്ഥലത്തും ഒരുപോലെ മിക്സ് ചെയ്ത് ആ ഒരു എണ്ണയുടെ ഒരു ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വരണം. അപ്പോൾ ഈ സമയത്ത് സിമ്മിലായിരിക്കണം ഗ്യാസ്. നല്ലപോലെ ഇളക്കി കൊടുക്കണം 2-3 പ്രാവശ്യം. അതിനകത്ത് അതിൽ കിടന്ന് ആ തോരൻ നല്ലപോലെ ഒന്ന് വരണ്ട് കിട്ടും. അങ്ങനെ നല്ലപോലെ വരണ്ട് നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായിട്ടുണ്ട്. നാടൻ കിടുക്കാച്ചി ചിക്കൻ തോരൻ. ഈ ഒരു തോരൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചില ടീച്ചേഴ്സും ഇത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റും കൂടെ കൊണ്ടിട്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് തന്നത്. നന്നായിരിക്കും, ഒരു നാടൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.